അമൽ തുടരുന്നുണ്ട്. അമൽ, നമ്മൾ പറഞ്ഞു വന്നത് എങ്ങനെ ഈ ഒരു നടപടിയിലേക്ക് സർക്കാർ ഒടുവിൽ എത്തിച്ചേർന്നു എന്നുള്ളതിനെ പറ്റിയാണ്. തുടരാം. പക്ഷേ ആ സർക്കാർ കൃത്യമായ കാര്യങ്ങളെല്ലാം പരിശോധിച്ചു. കടുത്ത സമ്മർദ്ദം കോൺഗ്രസിൽ നിന്നും ഉണ്ടായിരുന്നു. അത് നടപടി എടുക്കണമെന്നുള്ള കാര്യത്തിലായിരുന്നില്ല, നടപടി വേഗത്തിൽ വേണമെന്നുള്ള കാര്യത്തിലായിരുന്നു. അതിന് പ്രധാനപ്പെട്ട ഒരു കാരണമെന്ന് പറയുന്നത് ഇപ്പോൾ ഫയർഫോഴ്സ് മേധാവിയായ നിതിൻ അഗർവാൾ ഈ വരുന്ന 31-ാം തീയതി വിരമിക്കുകയാണ്. DGP ആണ്. അങ്ങനെ വിരമിക്കുമ്പോൾ അവിടെ ഒരു ഒഴിവുണ്ടാകുന്നു. അപ്പോൾ DGP പ്രൊമോഷൻ പട്ടികയിൽ ഏറ്റവും ആദ്യമുള്ള പേര് എന്ന് പറയുന്നത് MR അജിത് കുമാറിൻ്റെ പേരാണ്. MR അജിത് കുമാർ DGP ആയി എത്തിയാൽ പിന്നീട് DGP ആയി എത്തുക എന്ന് പറയുന്നത് ഈ സർക്കാർ അധികാരത്തിലെത്തിയ ശേഷം അങ്ങനെ MR അജിത് കുമാർ പ്രൊമോഷൻ ലഭിക്കുക എന്ന് പറഞ്ഞാൽ അവർക്ക് അംഗീകരിക്കാൻ കഴിയുന്ന കാര്യമല്ല. പ്രത്യേകിച്ചും കോൺഗ്രസിൻ്റെ 1-2 നേതാക്കളല്ല, നിരവധി നേതാക്കൾ MR അജിത് കുമാറിനെതിരെ പരസ്യമായി നിലപാടെടുക്കുന്ന ആളുകളാണ്. അതിപ്പോൾ AD തോമസിനെ മാത്രം ചുരുക്കി കാണേണ്ടതില്ല. യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷനും മന്ത്രിയുമായ OJ ജനീഷ്, അതോടൊപ്പം തന്നെ ദേവസ്വം വകുപ്പിൻ്റെ ചുമതല വഹിക്കുന്ന മന്ത്രി, അങ്ങനെ ഈ മന്ത്രിമാർക്കെല്ലാം കടുത്ത എതിർപ്പുണ്ടായിരുന്നു. കെ മുരളീധരൻ്റെ തൃശ്ശൂരിലെ പരാജയത്തിൻ്റെ പ്രധാന കാരണം പൂരം അട്ടിമറിക്കലാണ് എന്നും ആ പൂരം അട്ടിമറിക്കലിൽ പ്രധാന പങ്ക് വഹിച്ചയാളാണ് MR അജിത് കുമാറും എന്നൊക്കെ കെ മുരളീധരൻ നിരന്തരമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. ആ കാലം മുതലേ മുരളീധരൻ MR അജിത് കുമാറിനെതിരെ നടപടി ആവശ്യപ്പെടുന്നതാണ്. അങ്ങനെ പല നേതാക്കൾക്കും അജിത് കുമാറുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ കടുത്ത അതൃപ്തി ഉണ്ടായിരുന്നു. നടപടി നീണ്ടുപോകുന്നതിൽ അതൃപ്തി അവർ പരസ്യമാക്കുകയും ചെയ്തു. ഒടുവിൽ ഇതാ അജിത് കുമാറിനെതിരെ നടപടി ഉണ്ടാവുകയാണ്. അധികം വൈകാതെ തന്നെ ഒരു സസ്പെൻഷൻ ഓർഡർ ഉണ്ടാകും എന്നുള്ളത് നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. ഉത്തരവ് ഇതുവരെയും പുറത്തിറങ്ങിയിട്ടില്ല, പക്ഷേ തീരുമാനമായിരിക്കുന്നു. അധികം വൈകാതെ തന്നെ ഉത്തരവ് പുറത്തിറങ്ങുകയും ചെയ്യും. ഇനിയുള്ളത് നിയമ പോരാട്ടങ്ങളാണ്. ആ നിയമ പോരാട്ടത്തിൽ ഈ സർക്കാരിൻ്റെ ഉത്തരവിനെ മറികടന്ന് MR അജിത് കുമാറിന് മടങ്ങിയെത്താൻ കഴിയുമോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. പണ്ട് TP സെൻകുമാറിനെ സസ്പെൻഡ് ഇതേപോലെ തന്നെ സെൻകുമാറിനെതിരെ സർക്കാർ നടപടിയെടുത്തതാണ്. സെൻകുമാർ ട്രിബ്യൂണലിൽ പോയി അതേ സ്ഥാനത്തേക്ക് DGP സ്ഥാനത്തേക്ക് തിരിച്ചു വന്നത്, പോലീസ് മേധാവി സ്ഥാനത്തേക്ക് തിരിച്ചു വന്നത് നമ്മൾ കണ്ടതാണ്. അതുപോലെ ഒരു ഉദ്യോഗസ്ഥനെ IPS സർവീസിൽ അല്ലെങ്കിൽ കേന്ദ്ര സർവീസിലുള്ള ഒരു ഉദ്യോഗസ്ഥനെ സസ്പെൻഡ് ചെയ്യുക എന്ന് പറയുന്നത് അതൊരു അന്തിമ തീർപ്പല്ല, തീരുമാനമല്ല. പക്ഷേ ഇപ്പോൾ എന്തായാലും സർക്കാരിന് പറഞ്ഞു നിൽക്കാൻ ഒരു നടപടി അജിത് കുമാറിനെതിരെ എടുക്കാൻ കഴിഞ്ഞിരിക്കുന്നു. ഇനിയിപ്പോൾ അജിത് കുമാർ ട്രൈബ്യൂണലിലേക്ക് പോയേക്കാം. അവിടെ ചിലപ്പോൾ ഒരുപക്ഷെ വലിയ നിയമ പോരാട്ടങ്ങൾ ഉണ്ടായേക്കാം. അജിത് കുമാർ തിരിച്ചു വന്നേക്കാം. പക്ഷേ ഇപ്പോൾ എന്തായാലും MR അജിത് കുമാറിനെതിരെ ഒരു കടുത്ത നടപടി ഉണ്ടാകുന്നു. തൽക്കാലം എന്തായാലും MR അജിത് കുമാറിന് DGP മോഹത്തിന് സർക്കാർ തടയിട്ടിരിക്കുന്നു. അമൽ തേനമ്പറമ്പിലാണ് വിവരങ്ങൾ നൽകിയത്.